ഹായ് ഗായ്സ്, ഒരു 2-3 ഷെയ്ഡ്സ് കളർ കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. തുടർച്ചയായി 7 ദിവസം നിങ്ങളിത് രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് പുരട്ടി വരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു നിങ്ങളുടെ സ്കിൻ ടോൺ 2-3 ഷെയ്ഡ്സ് കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊയ്ക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ഉറപ്പ് തരുന്നെങ്കിൽ അത്രയും അടിപൊളിയായിരിക്കും ഈ ഒരു ക്രീം അല്ലേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു സൂപ്പർ ഡൂപ്പർ ക്രീം എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 2 കാര്യങ്ങൾ ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കിക്കാണാം. ആദ്യത്തേത് നമ്മുടെ ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് നമ്മൾ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് വീണ്ടും ഞാനിവിടെ പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മുടെ ഉഴുന്നാണ്. പിന്നീട് കാണിച്ചിരിക്കുന്ന ആവാരം പൂവാണ് കേട്ടോ. ആവാരം പൂടെ ചെല്ലും നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി വഴിയെ വരുന്നുണ്ട് വേറെ ഇൻഗ്രീഡിയൻസ്. തൽക്കാലം ഞാനിവിടെ ഈ ഒരു മെയിൻ ആയിട്ടുള്ള 2 കാര്യങ്ങൾ മിക്സി ബൗളിനകത്തിട്ടിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഓരോരോ ഗ്ലാസ് വീതം, അതായത് ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ ഓരോരോ ഗ്ലാസ് വീതമാണ് ഇത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടലായിട്ട് ഇതിൻ്റെ വെള്ളവും ആ കൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളിത് സ്ക്വീസ് ചെയ്തിട്ട്, അതായത് അരിപ്പ് ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞതിൻ്റെ ആ ഒരു പിശിടൊക്കെ മാറ്റിയിട്ട് ഫൈനായിട്ടുള്ള ജ്യൂസ് ആക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ 2 തവണത്തേക്ക് ഞാനിത് ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ഒരു വലിയ അരിപ്പ് ഉപയോഗിച്ച് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് പിന്നീട് ഒരു കുഞ്ഞരിപ്പ് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നല്ല രീതിക്ക് ഫിൽറ്റർ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു എക്സ്ട്രാക്ട് എടുക്കാനായിട്ട്. പിന്നീടാണ് ബാക്കി അടുത്ത പരിപാടി വരുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രത്തോളം നമുക്ക് ഈ ഒരു എക്സ്ട്രാക്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് അല്പം പാലും ഈ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് ഏറ്റവും മീഡിയം ഫ്ലെയിമിലിട്ട്, ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിടാൻ, നന്നായിട്ട് ഒരു പാത്രം ചൂടാവുന്ന വരത്തേക്കും. പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു കൂട്ട് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അതാ കുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഒരുപാട് തിക്കായിട്ട് നമുക്ക് വേണ്ട, ഈ കാണുന്ന കൺസിസ്റ്റൻസിയിൽ കുറച്ച് ക്രീമി ടെക്സ്ചറിലായിട്ട് മതി കേട്ടോ. പിന്നെ പാലിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ അങ്ങ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതെൻ്റെ ബോഡിയിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം എടുത്തിരിക്കുന്നത്. ഒരു പിടി ഉഴുന്നും അതുപോലെ തന്നെ ഒരു പിടി ആവാരം കൂടെ പൂവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫേസിലേക്ക് മാത്രമാണെങ്കിൽ അളവ് കുറച്ച് കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിലേക്ക് സൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു ഓയിൽ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആർഗൻ ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്കിന്നിലേക്ക് ഉപയോഗിച്ച് പിമ്പിൾസ് വരില്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ പാല് കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് ഹീറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ആയതുകൊണ്ട് പിമ്പിൾസ് വരുന്നവർ ഇതിനകത്തേക്ക്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാതിക്ക ആഡ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ജാതിക്ക, ഒരു കുഞ്ഞു ജാതിക്ക ഇതിനകത്തേക്ക് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ഇതിനകത്തേക്ക് അരയ്ക്കുന്ന സമയത്ത് അരച്ചിട്ട് ഈ ഒരു രീതിക്ക് അങ്ങ് ഹീറ്റ് ചെയ്ത് കുറുക്കി കൊണ്ടുവന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ തന്നെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ ആവാരം പൂട ജെല്ലാണ് കേട്ടോ. ആവാരം പൂട ജെല്ലോ ആലോവേറ ജെല്ലൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഈ ഒരു ആവാരം പൂട ജെല്ലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെൻ്റെ അതായതുകൊണ്ട് ഞാൻ ഇതാണ് ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ കാണുന്ന ഒരു കുഞ്ഞു സ്പൂണിൽ 2 സ്പൂൺ അങ്ങ് ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കുന്ന ഓയിലാണെങ്കിലും അതുപോലെ തന്നെ ജെല്ലാണെങ്കിലും എല്ലാം ഈ ഒരു ക്രീം തണുത്തതിന് ശേഷം വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രീം ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ ഒരു ടേബിൾ സ്പൂൺ മതിയാകത്തില്ല. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ചേർത്തെടുക്കട്ടെ. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ. നമ്മളെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് ഗ്ലാസ് ബോട്ടിലകത്തേക്ക് അങ്ങ് സ്റ്റോർ ചെയ്യാൻ കേട്ടോ. ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഒരു 7 to 10 ഡേയ്സ് വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം വേണം, നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ സ്റ്റോർ ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ ആ ഒരു തണുപ്പൊക്കെ പോയതിന് ശേഷം വേണം നമുക്കിത് ഫേസിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ദിവസവും രാത്രി ഈ ഒരു ക്രീം കിടക്കുന്നതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ വേണം ഇത് കഴുകിക്കളയാനായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതി നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കിൻ ടോൺ ഒരു 2-3 ഷെയ്ഡ്സ് 1 വീക്കിനുള്ളിൽ മാറി വരുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ആണോ വീട് തെറ്റാതെ ഒന്ന് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ആ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.